നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലൂടെ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ സംസ്ഥാനത്ത് ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാൻ കഴിഞ്ഞതായും എം.ബി. രാജേഷ്. പന്നിയങ്കരിയിൽ പ്രദേശവാസികൾക്ക് ടോൾ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായില്ല. ഫെബ്രുവരി 5-നകം വീണ്ടും യോഗം ചേരും. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യയാത്ര അനുവദിക്കാമെന്ന് കരാർ കമ്പനി. പാലക്കാട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഹാഫ് മാരത്തോൺ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 3000-ഓളം പേരാണ് വിവിധ കാറ്റഗറികളിലായി മത്സരിച്ചത്. വാർത്തകൾ വിശദമായി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലൂടെ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പാലക്കാട് കൂട്ടുപാതയിലെ നഗരസഭ മാലിന്യ പ്ലാന്റിൽ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവൃത്തികൾ നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 20 ഡംപ് സൈറ്റുകൾ കൂടി ഇതുപോലെ നീക്കം ചെയ്യുന്ന ബയോ റെമഡിയേഷൻ നടത്തുന്ന ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് പാലക്കാട്. ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് കുപ്പക്കാട് എന്നാണ്. കുപ്പക്കാട് എന്ന് അറിയപ്പെട്ട സ്ഥലമാണ്. അത് അവിടെയാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത്. നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് 31 മെയ് ആകുമ്പോഴേക്കും ഇത് ബയോമൈനിങ് പൂർത്തിയാക്കാൻ പറ്റും. ഈ സ്ഥലം പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാനാണ്. ഇപ്പോൾ ഗുരുവായൂരിലെ മാലിന്യ കൂന, ആ പ്രദേശം അറിയപ്പെട്ടിരുന്ന ശവക്കോട്ട, അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പൂങ്കാവനമായി മാറി. ഇപ്പോൾ കേരളത്തിലാകെ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആണ് ഈ മാറ്റത്തിന് നിദാനമായിട്ടുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ പ്രവർത്തനങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ സംസ്ഥാനത്ത് ഏക്കർ കണക്കിന് ഭൂമി വീണ്ടെടുക്കാൻ കഴിഞ്ഞതായും എം.ബി. രാജേഷ് പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, സ്മിതേഷ്, എം.കെ. ഉഷ, സെയ്തലവി, വരുൺ, ശില്പ, സീതാ പ്രഭാകർ, ഡോക്ടർ അനിത എന്നിവർ സംസാരിച്ചു. പന്നിയങ്കരിയിൽ പ്രദേശവാസികൾക്ക് ടോൾ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായില്ല. ഫെബ്രുവരി 5-നകം വീണ്ടും യോഗം ചേരും. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യയാത്ര അനുവദിക്കാമെന്ന് ടോൾ കമ്പനി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കരിയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പി സുമോദ് എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. എം.എൽ.എയും യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മുന്നോട്ട് വെച്ച ആവശ്യം ടോൾ കമ്പനി അധികൃതർ അംഗീകരിക്കാതെ വന്നതോടെയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. ഫെബ്രുവരി 5-നകം കെ രാധാകൃഷ്ണൻ എം.പിയെ കൂടി പങ്കെടുപ്പിച്ച് യോഗം നടത്താനും തീരുമാനിച്ചു. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്ന് എം.എൽ.എ ആവശ്യപ്പെട്ടെങ്കിലും 3 കിലോമീറ്ററിനുള്ളിൽ ഉള്ളവർക്കേ സൗജന്യം നൽകാൻ കഴിയുകയുള്ളൂ എന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു. പിന്നീടത് 5 കിലോമീറ്റർ വരെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും യോഗത്തിൽ അംഗീകരിച്ചില്ല. നിലവിൽ പ്രദേശത്തെ 6 പഞ്ചായത്തിലുള്ളവർക്കാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ രേഖ കാണിച്ചാൽ സൗജന്യമായി കടത്തിവിടുന്നത്. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി പഞ്ചായത്തിലുള്ളവർക്കും തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കുമാണ് സൗജന്യം അനുവദിച്ചിട്ടുള്ളത്. അടുത്ത യോഗത്തിനു മുമ്പ് ഈ പഞ്ചായത്തുകളിലെ ആകെയുള്ള 4 ചക്ര വാഹനങ്ങളുടെ കണക്കെടുക്കാനും ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തി. ഓരോ ദിവസവും ടോൾ പ്ലാസയിലൂടെ പ്രദേശവാസികളുടെ എത്ര വാഹനങ്ങൾ കടന്നുപോകും എന്നതിൻ്റെ കണക്കും രേഖപ്പെടുത്തും. 2022 മാർച്ച് 9 മുതൽ പന്നിയങ്കരിയിൽ ടോൾ പിരിവ് ആരംഭിച്ചെങ്കിലും പ്രദേശവാസികൾക്ക് സൗജന്യയാത്ര അനുവദിച്ചിരുന്നു. പ്രദേശവാസികൾക്ക് സൗജന്യയാത്ര അനുവദിക്കാൻ കഴിയില്ലെന്ന കരാർ കമ്പനിയുടെ നിലപാടിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് സർവകക്ഷി യോഗം ചേർന്നത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കവിതാ മാധവൻ, എം സുമതി, കെ എൻ രമേശ്, ഐ ഹസീന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ, കെ ആർ മുരളി, ദേശീയപാത അതോറിറ്റി സൈറ്റ് എഞ്ചിനീയർ അമൽ, ടോൾ പ്ലാസ മാനേജർ മുകുന്ദൻ, കെ എൻ സുകുമാരൻ, ടി കണ്ണൻ, റെജി കെ മാത്യു, പി കെ ഗുരു, സുരേഷ് കുമാർ, പ്രൊഫസർ വാസുദേവൻ പിള്ള, ബോബൻ ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. പാലക്കാട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഹാഫ് മാരത്തോൺ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 3000-ഓളം പേരാണ് 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, ഫൺ റൺ എന്നീ വിഭാഗങ്ങളിലായി പങ്കെടുത്തത്. മലമ്പുഴ ഫാന്റസി പാർക്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച് അവിടെ തന്നെ സമാപിക്കുന്ന നിലയിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കേരള അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹരിദാസ് ഹാഫ് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. മലമ്പുഴ ഇൻസ്പെക്ടർ എം സുജിത്, ജി കൃഷ്ണകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
വടക്കഞ്ചേരി ഗാന്ധിഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ 20ാമത് വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു. വടക്കഞ്ചേരി CI KP ബെന്നി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി വർഗീസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PK ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ദേവദാസ്, KM ജലീൽ, KK ജ്യോതികുമാർ, TN രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 20 വർഷം പിന്നിട്ടു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് ഇതിനെ ലീഡ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളും അതിന് നൽകിയിട്ടുള്ള പ്രോത്സാഹനവും താങ്ങും തണലും ഏറെ പ്രശംസനീയമാണ്. നമ്മുടെ ഈ കൂട്ടായ്മ തുടർന്നും നമ്മുടെ മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് അണിമ ക്രിയേഷൻസിന്റെ ബാനറിൽ ബിനു നവോദയ നയിക്കുന്ന സൂപ്പർ ത്രില്ലർ നൈറ്റും ഉണ്ടായിരുന്നു. തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയ വാർഷികവും TK രാമചന്ദ്രൻ അനുസ്മരണവും നടന്നു. തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയ വാർഷികവും TK രാമചന്ദ്രൻ അനുസ്മരണവും PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ആ സമരത്തിന്റെ തുടർച്ചയെന്നോണം നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ സന്ധിയില്ലാത്ത പിന്മടക്കമില്ലാത്ത പോരാട്ടങ്ങൾ, വൈദേശികാധിപത്യത്തിനെതിരെ നടന്ന ഉജ്ജ്വലമാർന്ന മുഹൂർത്തങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരം സമര പോരാട്ടങ്ങളുടെ പന്ഥാവിലേക്ക് ഈ നാടിൻ്റെ പ്രതിനിധിയായി പ്രിയപ്പെട്ട ശ്രീ കോമ്പുകുട്ടി മേനോൻ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ യൗവനം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ എത്രമാത്രം അവർ ഈ നാടിനു വേണ്ടി കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ കാലത്തെ തലമുറ എന്ന രൂപത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ആ പോയകാല പൂർവ്വസൂരികളെ ഓർക്കേണ്ട ചരിത്രപരമായ കടമ ഒരു ഗ്രന്ഥാലയം എന്ന രൂപത്തിൽ ഇവിടെ ബഹുമുഖ പരിപാടികളാകെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സായന്തനം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാനം നേത്ര ചികിത്സാ ക്യാമ്പായാലും ഫുഡ് ഫെസ്റ്റ് ആയാലും വോളിബോൾ ടൂർണമെൻ്റ് ആയാലും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളാർന്ന പ്രോഗ്രാമുകൾ എങ്ങനെയാണ് പുതിയ കാലത്ത് വായന എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശരീരത്തിന് എങ്ങനെയാണോ ആരോഗ്യത്തിന് നടത്തം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യായാമം പോലെയാണ് മനസ്സിന്റെ വ്യായാമം എന്ന രൂപത്തിൽ വായനയെ ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലയിലെ മികച്ച B ഗ്രേഡ് ഗ്രന്ഥശാലയ്ക്ക് തരൂർ ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ TK രാമചന്ദ്രൻ പുരസ്കാരം പട്ടാമ്പി കീഴായൂർ EMS കലാസമിതി വായനശാല ഭാരവാഹികളായ AS വിജയൻ, KC മോഹനൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷനായി. സിനിമ, ടെലിവിഷൻ കലാകാരന്മാരായ റിയാസ്, ശ്രീഹരി എന്നിവർ മുഖ്യ അതിഥികളായി. എഴുത്തുകാരൻ ആര്യാട് സനൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് TK വിശ്വനാഥൻ പതാക ഉയർത്തി. തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E രമണി, ഗ്രന്ഥശാല പ്രസിഡന്റ് KG രാജേഷ്, സെക്രട്ടറി A സഹദേവൻ, KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി EP ചിന്നക്കുട്ടൻ, മാധ്യമപ്രവർത്തകൻ ജോബ് ജോൺ, ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MMA ബക്കർ, ഗ്രന്ഥശാല ഭാരവാഹികളായ K കൃഷ്ണൻ, TK മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗായകൻ ശ്രീഹരിയുടെ നേതൃത്വത്തിൽ ഗാനമേള ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇഡ്ഡലി നൽകി. 2000-ഓളം ഇഡ്ഡലിയാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നൽകിയത്. ചടങ്ങിൽ മാധ്യമ കായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. രമ ചിദംബരൻ, ബാലകൃഷ്ണൻ ചിദംബരൻ, വേണുഗോപാൽ, മുരളി വാര്യർ എന്നിവർ നേതൃത്വം നൽകി. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇമേജ് ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ എൻട്രി തീയതി ഫെബ്രുവരി 15 വരെ നീട്ടിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിഷയവും ക്യാമറയും മാനദണ്ഡമില്ലാതെയാണ് ഫോട്ടോ പ്രദർശനം നടത്തുന്നത്. വേണ്ടത്ര എൻട്രികൾ എത്താത്തതിനെ തുടർന്ന് പ്രദർശന തീയതി 6, 7, 8 തീയതികളിലേക്ക് മാറ്റിയത്. ഇമേജ് സെക്രട്ടറി KV വിൻസെന്റ്, KP രാജേഷ്, CK രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.